ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥാമൃതരെല്ലാവരും മിന്നിലിറങ്ങും വരവരുടേണം. ഉന്നത നൃപനാം മിശിഹാനാഥാമൃതരെല്ലാവരും മിന്നിലിറങ്ങും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലബോധം നുകരാൻ മൃതരെ മകിവാവൊഴുകും മനവറയെങ്കിൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മറ്റേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണം. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കർത്താവേ, നീ പാപമെല്ലാം ഓർത്തിരിക്കുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ട്? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കലുണ്ടാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ദുര്യാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. ദുര്യാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മറ്റൊരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആത്മീയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ ലോകോസിനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സർവ്വത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ അക്ഷരായി കബറടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നവയാരംഗമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം പരിശോധിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്നും നടന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കുറെ ഭാവിച്ചിട്ട് നമ്മുടെ സംസ്കാര ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടർന്ന് ദേവാലയത്തില് അതിനുശേഷം പേരില്ല അങ്ങനെ ക്രമീകരണം നമ്മൾ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സമയം മുഴുവൻ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
പ്രത്യേകിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധി വലിയ വിലയുള്ളതാണ്. നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ ആയിരിക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകകൂടി ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ബാബുച്ചേട്ടന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇടവക കുടുംബത്തിന്റെ പേരിൽ എല്ലാ അനുശോചനങ്ങളും ഈ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി ഏറ്റവും വലിയ കൃപയുള്ള ജീവിതങ്ങൾ കുടുംബങ്ങളാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കരുണയാൽ ഞങ്ങളെ നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരുടെ ചിരകാലം ആനന്ദത്തൊഴുവാണിടുവാൻ ദാസനു വരമിന്നരുടേണം. കർത്താവേവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൻ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർവനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ
കരുണയിടന്ന് നിർത്തണമേ നല്ലവരത്തു വരുംഭാവിയിൽ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. സമാധാനം നിങ്ങളോട് കൂടെ അറിയിച്ചയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കൊന്ന് ചേർന്ന് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സർവശക്തിയുള്ളവനായ ദൈവത്തിന്റെ വചനമായിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പുണ്യവാന്മാരെയും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിറങ്ങും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു.
സാത്താൻ നിറയും പകയോടെ സതതമലട്ടും. മരണം വരുമൊരു നാൾ ഓർക്കുകമറ്റാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്തികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തുടർന്നുള്ള ഗാനത്തിന്റെ സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് പാട്ട് തീരുമാനം നമ്മുടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഈ സമയം മുഴുവൻ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിരുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നേക്കും സഹജന്മാരെ സ്നേഹിതരായ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിതാകാരൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർന്നൻ പ്രിയജനമേ അനുദിനമലിവോടൊക്കണമേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.
മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഈ ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്കറിയാം, ഒന്നാം വാർഡിന്റെ മെമ്പറാണ്. അതുപോലെ ദേവാലയത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇടപെട്ടിരുന്ന വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഏത് കാര്യം ആവശ്യമാണെന്ന് ചോദിച്ചാൽ വളരെ എത്താറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നതിനുള്ള വലിയ ഒന്നാം വാർഡിന്റെ പ്രസിഡന്റായിരുന്നു. ആ വാർഡിന്റെ ഒരിക്കൽ വാർഡാണ്, കൂടുതൽ കുടുംബങ്ങളുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വാർഡ്. അതുപോലെ ഈ ദേവാലയത്തിൽ നമുക്കറിയാം മെസ്സഞ്ചർ നിന്നുപോയൊരു യുദ്ധം തുടങ്ങിയപ്പോൾ അതിന്റെ ഡിസൈനിങ് പ്ലാനിങ് എല്ലാം നടത്തിയിരുന്നതാവുകയാണ്. അങ്ങനെ ഏത് കാര്യം ആവശ്യമെന്ന് പറഞ്ഞാലും ഒന്നല്ല, എല്ലാ കാര്യങ്ങളും ഇടവകയിൽ അതിന് മുമ്പ് ഇതുപോലെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും അതെല്ലാവരും ഒരുപാട് ഒത്തിരിയേറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ അസുഖം ആദ്യം വന്ന് അലർജിയാണെന്ന് പറഞ്ഞാണ്. എങ്കിലും അദ്ദേഹം ഇതിനുവേണ്ടി ഒത്തിരിയേറെ പണിപ്പണിയും രാത്രിയും അവരെല്ലാം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സമൂഹത്തിന് വേണ്ടി അതുപോലെ കുടുംബത്തിന് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ചിരിക്കുകയാണ്. ദൈവം അദ്ദേഹത്തിന് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ. ഞാൻ നല്ല വോട്ടോടുകൂടി ഞാൻ അക്ഷരമാണ് ഇതുപോലെ സിദ്ധായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. ദൈവം സന്തോഷത്തിന്റെ ഒരുപാട് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിനും അതുപോലെ ഈ ലോക സമൂഹത്തിനും ഈ നാടിനും അദ്ദേഹത്തിന്റെ എല്ലാ അനുഭവങ്ങളും നമുക്ക് ദൈവത്തോട് പറയാം. ദൈവത്തെ അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ കുടുംബം വഴി ധാരാളമായ സമൂഹത്തിൽ ഇടവയിലുണ്ടാകുന്ന പ്രാർത്ഥിക്കാൻ ഒരിക്കൽ കൂടി ഇദ്ദേഹം ഈ കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥനായി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ദൈവത്തോട് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇത് പറയുന്നു, കേൾക്കുന്നതിനു ഇത് ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ട് കുടുംബകാര്യങ്ങളും ഇടവകയുടെ കാര്യങ്ങളൊക്കെ മധ്യസ്ഥനായി തീരുകയാണ്. സമർപ്പിക്കാം. ഇദ്ദേഹം വഴി സമൂഹത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കും തന്നെ പറയാം. നമ്മോട് യാത്ര പറയുന്ന എല്ലാ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. മനുഷ്യനാണ്, വ്യക്തിയാണ്,
ജീവിതത്തിൽ പല പോരായ്മകളും എല്ലാവരുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും തീർച്ചയായിട്ടും ചെയ്യണം. സകലത്തിന്റെ വഴിയിലൂടെ കടന്നുപോയതുകൊണ്ട് ദൈവസന്നിധിയിലാണ്, ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കുറവുകളുണ്ടെങ്കിലും ദർശിക്കുകയാണെങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥന വഴി ദർശിക്കുകയും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവരുടെ പ്രാർത്ഥനകൾ ആരംഭിക്കാം. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എല്ലാ ശുശ്രൂഷകളെയും കൃത്യമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തെ സഹായിച്ച ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാം പ്രത്യേകമായിട്ട് കെപ്പാടുള്ള ഹോസ്പിറ്റൽ എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനായിട്ട് രോഗികളെ കൊടുക്കുന്നതിനായിട്ട് ശില്പവർഷം തന്നെയുണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും തന്നെ ഒരു പ്രാർത്ഥിക്കുകയും ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൃത്യമായിട്ട് കുടുംബത്തിൻ്റെ പേരിൽ രോഗികളുടെ പേരിൽ പറയും. നമുക്ക് ഉത്സാഹമായിട്ട് യാത്രാവെന്ന് ചോദിക്കുകയാണ്. സ്വർഗത്തിലേക്ക് ദൈവങ്ങളുടെ സന്നിധിയിലേക്ക് യാത്രയാക്കുക. ദൈവത്തിന്റെ കാരണമേ, ഞാൻ എന്നോട് യാത്ര പറയുന്നു. ആ മനുഷ്യ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധമായ എന്റെ ആത്മാവിനെ പരിപോഷിക്കുകയും മറ്റു കൂടാതെകളാൽ എന്റെ ആത്മാവിന് ഭാവനം ചെയ്യുകയും ചെയ്യപ്പെട്ട ദേവാലയത്തിൽ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ കാരണന്മാരുമായ പുരോഹിതന്മാരും ദൈവരക്ഷകളാൽ എന്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതം
ജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സോപ്പാ കൊണ്ട് നീ എന്നെ കളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥനകൾ പരിമളതോടുപോലെ എന്നെ പ്രസാദിപ്പിക്കട്ടെ.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ പത്രത്തോടെ അവസാന ദിവസം നിന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയും. കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരും തോലം ഭാഗേ. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമായും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരും നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടുന്നവരുടെ പാദങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാവരും ശിക്ഷിച്ചില്ല മുളയ്ക്കും. കാഹളനാഥം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ റൂഹായേ പ്രഥനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നിശിഖാനങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകും. സാധാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേനാമേൻ ഉദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. എനിക്ക് വൃത്തി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഹമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നാഥനണിഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വിധിയാൽ നേടും മനുജനുഭാഗ്യം. കരയേറ്റവരായി ചിരമഹിമാവിൽ നിന്നെ വിളങ്ങും മുഖമുടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. വിധിയാനവരാജ്യം നേടും മനുജനുഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മറ്റേൽപ്പിക്കണമേ, എന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്റെ പാപങ്ങൾ ഞാനറിയുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ഈ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ
പരിപാലിക്കുമാവേ. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മറ്റൊരു ഏൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതിയെ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വസ്ത്രത്തേക്ക് നിന്റെ ഈ സഹോദരൻ ലൂക്കോസിനെ നീ പ്രവേശിപ്പിക്കുമാറാകണമേ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് അന്തിമോപചാരം ഇവിടെ അർപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാം. കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നീ നൽകും ശാന്തിക്കായി നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നീ നൽകും ശാന്തിക്കായി ജീവൻ അച്ചാരം ഈ നിമിഷം ഞാൻ കാണുന്നു. നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നൽകും ശാന്തിക്കായി നീ നൽകിയ ദാനങ്ങൾ വളർത്തുവാൻ കൃപ ചെയ്തു ചേർക്കുക എന്നെ ഇന്നേരം നിന്നോടൊത്തു
കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നീ നൽകും ശാന്തിക്കായി നീ നൽകിയ വിശ്വാസം പകർന്നു ഞാൻ മനുജർക്കായി. നീതി നടത്തും കർത്താവേ, നീതിക്കായി ഞാൻ കേഴുന്നു. നാഥാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നീ നൽകും ശാന്തിക്കായി എന്നിലെ ജീവിത കുറവുകൾ ഏറ്റു ചൊല്ലും ഈ നിമിഷം. അനന്ത സ്നേഹത്താൽ വാരിപ്പുണരുക എന്നെ നീ. നാഥാ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ. നീ നൽകും ശാന്തിക്കായി കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ഭരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാലും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. പരിശുദ്ധാത്മാവുമായ കനം കൂടുതലുണ്ടോ? പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാൻ
ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.